Okay, let's start. Once again, good afternoon all, and we will go to the class. Ready? We shall overcome was our lesson. As or no, in the last class, we discussed we shall overcome. And now, we continue that. We shall overcome. നമ്മൾ എന്തൊക്കെയാ ഓവർകം ചെയ്യേണ്ടത്? We shall overcome നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യണം, തരണം ചെയ്യണം. അതാ മലയാളം. ഓക്കെ, ഓവർകം, തരണം ചെയ്യണം. So we have to overcome our fear. We have to overcome our what is that word? Our laziness. We have to overcome our every disability has to be overcome. We have to overcome every disability. എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ തരണം ചെയ്യണം, അതാണ് ഓവർകം ചെയ്യണം. സോ ഹിയർ we have seen about we have been just listening about സ്റ്റീഫൻ വില്യം ഹോക്കിംഗ്. അദ്ദേഹത്തെ കുറിച്ച് കേട്ടു. അതുപോലെ തന്നെ ഇവിടെ ഹെലൻ കെല്ലറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷീ വാസ് the last paragraph once again. I read for 5 years, page number 30. അതിനകത്തെ അവസാനത്തെ പാരഗ്രാഫ് ആണ്. For 5 years, Helen lived in a sad, silent world. Then her father got Miss Sullivan to teach her. Miss Sullivan had been teaching blind and deaf children. She made Helen touch things and made her learn by feeling. തൊട്ട്, കണ്ണ് കാണാൻ പറ്റില്ലാത്തതുകൊണ്ട് തൊട്ടൊക്കെയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അതൊരു സ്പെഷ്യൽ രീതിയാണ് പഠിപ്പിക്കുന്നത്. Now you see here, ഹെലൻ കെല്ലറുടെ ടീച്ചറുടെ പേരെന്തായിരുന്നു? What was the name of the teacher of Helen Keller? പറഞ്ഞോ, അനുപടിക്ക്. സള്ളിവൻ. സുള്ളിവൻ എന്ന് വേണേ നമുക്ക് വായിക്കാം, പക്ഷെ ബെറ്റർ ടു സേ സള്ളിവൻ. മിസ് സള്ളിവൻ. ഓക്കെ, here now page number 31, first paragraph at the top. Once Miss Sullivan put Helen's hand in cold water. She then wrote the word water on Helen's palm with her finger. Helen understood immediately. ഒരു പുതിയ രീതികൾ നോക്കിക്കേ. Miss Sullivan put Helen's hand in cold water. തണുത്ത വെള്ളത്തിൽ, കൂൾ വാട്ടർ അല്ല, കോൾഡ് വാട്ടർ, നല്ല തണുത്ത വെള്ളത്തില് കൈമുക്കി. എന്നിട്ട് കയ്യില് എന്ത് എഴുതി? She then wrote the word water, WATER എന്ന് എഴുതി. എവിടെ? കയ്യേല്. With her finger. പേന കൊണ്ടല്ല എഴുതിയ, with finger. And then Miss Sullivan was teaching her she understood, Helen understood immediately. Miss Sullivan was teaching her the name for this called wet something on her hands. ഈ തണുപ്പിന്റെ പേരാണ് എഴുതി കാണിച്ചത്. വെള്ളം, വാട്ടർ എന്ന് എഴുതി കാണിച്ചു. പിന്നെ after this, Helen learned to read and write from books specially made for blind people. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ബുക്കിൽ നിന്ന് ഹെലൻ വായിക്കാൻ പഠിച്ചു. When Helen was 9 years old, Miss Sullivan taught her to speak. 9 വയസ്സായപ്പോൾ, ഹെലൻ 9 വയസ്സായപ്പോൾ സള്ളിവൻ എന്ത് ചെയ്യാൻ പഠിപ്പിച്ചു? ഹെലനെ വായിക്കാൻ പഠിപ്പിച്ചു. To read, to speak, സംസാരിക്കാൻ. Helen would touch Miss Sullivan's face and mouth when she spoke to her. സംസാരിക്കുമ്പോൾ എവിടെയൊക്കെയാ? മൗത്തിലും ഫേസിലും ഒക്കെ തൊടും. Then she touched her own face and mouth and said the same word. സ്വന്തം മുഖത്തും വായിലും ഒക്കെ തൊട്ടിട്ട് ആ വാക്ക് വീണ്ടും പറയും.
It was a difficult task, but Helen learned to talk like other people. ഭയങ്കര ടഫായിരുന്നു. ഇവിടെ മര്യാദയ്ക്ക് നമുക്കെല്ലാം അറിയാവുന്നിട്ട് പോലും നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്, അല്ലേ? നമുക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതൊന്നും ഇല്ലാതെ തന്നെ ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കാൻ ആര് പഠിച്ചു? Who learned? ആര് പഠിച്ചു? Helen. Yes, Helen. Now, by the time Helen was 16, she could speak 5 languages. How many languages do you know? നിങ്ങൾക്ക് എത്ര ഭാഷകൾ അറിയാം? ഓരോരുത്തരോടും ഞാൻ ചോദിക്കും. ആദിദേവിൽ തുടങ്ങാം, മോളിൽ നിന്ന്. ആദിദേവിന് എത്ര ഭാഷ അറിയാം? How many languages do you know? Malayalam. മലയാളം. തമിഴ് അറിയാം. ഓക്കെ, കൊഞ്ചം കൊഞ്ചം. വേറെ? അപ്പൊ ഇംഗ്ലീഷ് അറിയത്തില്ലേ? തെലുങ്ക്. അങ്ങോട്ട് പോവാം. നമ്മുടെ ഇവിടെ ഇംഗ്ലീഷ് അറിയത്തില്ല. ഓക്കെ, ഏതായാലും കൊള്ളാം, ഗുഡ്. അപ്പൊ കുറച്ചൊക്കെ ഭാഷകൾ അറിയാം. അതിൽ തന്നെ മലയാളമാണ് നമുക്ക് എല്ലാവർക്കും ശരിക്കായിട്ട് അറിയാവുന്നത്. ബാക്കി ഭാഷകൾ അറിയാം. അങ്ങനെ മുഹമ്മദ് ഷംബീൽ എന്ന് പറഞ്ഞേ. മലയാളം, ഇംഗ്ലീഷ്, അറബി. അറബി. തമിഴ്, തെലുങ്ക്. ഓക്കെ, മതി. ദേവാഞ്ജന? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഓക്കെ. അവിടെ ഒരു അശ്വിൻ ഉണ്ടല്ലോ. അശ്വിൻ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. അൽന? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഓക്കെ. ഷെഫി? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. കൃപ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഓക്കെ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. സൂര്യദേവ്? ഒന്നും അറിയത്തില്ലെന്നോ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. എബിൻ? കേൾക്കുന്നില്ല. ദേവപ്രിയ? ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി. അപ്പൊ എല്ലാവർക്കും തന്നെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദിയാണ് അറിയാവുന്നത്. ചിലർക്ക് തമിഴും കന്നഡയും അല്ലെങ്കിൽ തെലുങ്കും കൂടി അറിയാമായിരിക്കും. അറബി, അല്ലേ? അങ്ങനെ കുറെ ഉണ്ട്. എങ്കിലും മിക്കവാറും നമുക്കറിയാവുന്നത് ഈ ഭാഷകളായിരിക്കും. ഇവിടെ നോക്കിയേ, 16 വയസ്സായപ്പോഴേക്കും ഹെലൻ എത്ര ലാംഗ്വേജസാ പഠിച്ചത്? 5 ലാംഗ്വേജസ് പഠിച്ചു. 5 languages. By the time she was 16, she could speak 5 languages. Later, she studied in college and wrote many books, including The Story of My Life. എൻ്റെ ജീവിതത്തിന്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ടൊരു ബുക്ക് പോലും എഴുതി. ആര്? ഇവിടെ ബുക്ക് പോയിട്ട് ഒരു ഹെലൻ. ഇവിടെ ഒരു ബുക്ക് പോയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറഞ്ഞാൽ മടിയാ, അല്ലേ? അന്നേരമാണ് ബുക്ക് എഴുതാൻ പോകുന്നത്, കേട്ടോ. അതും കണ്ണ് കാണത്തില്ല, എന്നിട്ട് ചെവിയും കേൾക്കത്തില്ല. എന്നിട്ട് പോലും അത്രയും ചെയ്തപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതാണ് വി ഷാൽ ഓവർകം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ലാസ്റ്റ് പാരഗ്രാഫ്. ഹെലൻ വാസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ്, ബട്ട് ഷീ ഓവർകെയിം ഹെർ ഡിസബിലിറ്റീസ് ആൻഡ് ഗ്രൂ അപ്പ് to be very famous woman. കണ്ടോ? ഹെലൻ വാസ് ബ്ലൈൻഡ് ആൻഡ് ഡെഫ്. ഹെലൻ കണ്ണ് കാണാനും മേലായിരുന്നു, ചെവി കേൾക്കാനും മേലായിരുന്നു. But she overcame her disabilities and she grew up to be a very famous woman. ശരിക്കും അതിനെല്ലാം ഓവർകം ചെയ്തു, അതിനെല്ലാം
തരണം ചെയ്ത് ഉന്നതങ്ങളിലെത്തിയ ആളാണ് ഹെലൻ കെല്ലർ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും, നിങ്ങളെല്ലാവരും ഇനി എന്താ ഓരോരോ പ്രശ്നങ്ങളെ അതിജീവിച്ച് നല്ല ഉയരങ്ങളിൽ എത്തും എന്ന് ഇപ്പൊ പ്രോമിസ് ചെയ്യണം. ഇല്ലേ? ഞാനുണ്ട്. വേറെ ഉണ്ട്. കുറെ പേരെ കാണുന്നുണ്ട്. സൂര്യോദയമൊന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്ത് നമുക്കെല്ലാവർക്കും കണ്ണുണ്ട്, ചെവിയുണ്ട്, അല്ലെങ്കിൽ നാക്കുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കെല്ലാം ഉണ്ട് 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 എന്നാണ് നമുക്കുള്ളത്. മിക്കവർക്കും ചിലർക്കൊക്കെ ഇല്ല 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 എന്നുള്ളതാണ്. എന്നിട്ട് പോലും അവരെത്രയും എത്തുമ്പോൾ നമ്മളും എത്താൻ ശ്രമിക്കും എന്ന് ഉള്ളവരോടാണ് ഇങ്ങനെ തംസ് കാണിക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ആയി. റെഡി, ഗുഡ്. നമ്മൾ അടുത്തതിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അറ്റൻഡൻസ് ഒന്ന് എടുക്കണം. പരീക്ഷ എല്ലാവരും എഴുതിയില്ലായിരുന്നോ? എല്ലാവർക്കും എളുപ്പമല്ലായിരുന്നോ? കുറച്ച് പേര് എനിക്ക് അതിന് മാർക്കിന്റെ, അതെ, ഗുഡ്. കുറച്ച് പേര് അതിന്റെ കോപ്പി ഇട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ഒന്ന് പേര് വിളിക്കാം. അബ്ദുൽ ബാസിത്ത്? നോ. ആദിദേവ്? sir. Yes. Agnes? No. Alna? Present, sir. Aaron? Present, sir. Ashin? Present, sir. Sarah Rose? Devanjana? Present, sir. Yes. Devapriya? Here is present. Ebin Biju? And present. Kripa Mary? Present, sir. Yes. Mohammed Nihal? Illa. Mohammed Shambil? Present, sir. Yes. Mohammed Sinan? Not. Shafi? Present, sir. Yes. Suryadev? Present, sir. Yes. Sridev Krishna? Illa. Andros? No. Seba? No. Christy? No. Fatima? No. Federin? No. പാകെ അത്രയേ ഉള്ളൂ. Right, that's enough. Now, take page number, the same page number 31. Look at that. Fill in the blanks. Use your pencil or pen. If you are using pen, don't make any mistakes. If you are using pencil, you can make mistake and rub and write. Your choice. You can use pencil or pen എന്ന് പറഞ്ഞപ്പോൾ ആകെ സ്ക്രീൻ മാത്രമേ മിക്കയിടത്തും കാണുന്നുള്ളൂ. പെൻസിൽ എടുക്കാൻ പോയതാണോ അത് ഓടി രക്ഷപ്പെട്ടതാണോ? Ready? Read and write, fill in the blanks. Helen Keller was an Little American girl. good. അതെ, ഗുഡ്. നമുക്ക് ഒഴിവാക്കാം. അമേരിക്കൻ ഗേൾ എന്നാക്കിക്കോ. അമേരിക്കൻ ഗേൾ നമ്മുടെ ലെസന്റെ ഫസ്റ്റ് ലൈനിലുണ്ട്. അമേരിക്കൻ ഗേൾ. സി ആൻഡ് റൈറ്റ്. AMERICAN. അമേരിക്കൻ ഗേൾ. GIRL. അമേരിക്കൻ ഗേൾ. Helen Keller was an American girl. Ready? Second, she became deaf and blind due to
ഇൽനെസ്. തേർഡ് ലൈനിൽ ലാസ്റ്റ് ഉണ്ട്. തേർഡ് ലൈനിൽ ആസ് എ റിസൾട്ട് ഓഫ് ഹെർ ഇൽനെസ്. കണ്ടോ? ആസ് എ റിസൾട്ട് ഓഫ് ഹെർ ഇൽനെസ്. പേജ് നമ്പർ 30 30 തേർഡ് ലൈനിൽ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ഇൽനെസ്. ILLNESS. ILLNESS. Did you finish? Yes. Third one, she could not speak as she was. She could not speak as she was able to hear other people's voice. ഓക്കെ, എല്ലാം ശരിയാണ് പറഞ്ഞത്. പക്ഷെ അതിന് ഒറ്റ വാക്ക് വേണം. എഴുത ഡോണ്ട് റൈറ്റ്. Hear people. ആ ശരിയാണ്. അതിന് അങ്ങനെയുള്ളവരെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുന്ന എന്ത് പറയും? മലയാളത്തിലാണ് ചെവിടർന്ന് പറയും. ഇംഗ്ലീഷിൽ Not hear. നോട്ട് ഹിയർ അല്ല. DEAF. 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 Yes. DEAF. 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 കേൾക്കാൻ പറ്റാത്തവരെ, ചെവി കേൾക്കാൻ പറ്റാത്തവരെ നമ്മൾ പറയുന്ന പേരാണ് ഇംഗ്ലീഷ് വി സേ ഡെഫ്. Number 4, later Helen Keller could speak Dutch languages. How many? 5 languages. FIVE 5. FIVE 5. Fifth one and the last, I think. Fifth and last of that. Yes. Helen overcame her disabilities and became a Dutch woman. Very famous woman. Yeah, very വേണമെന്നില്ല, famous മതി. FAMOUS. 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 You can turn the page into page number 32. Ready? There you see, answer these questions. ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമുക്ക് പിന്നെ ഞാനത് എഴുതിയിടാം. I'll send you in the group. Now here we have another one. Fun with the words. Fun with the words. Exercise number 3. Circle the words which are closest in meaning to the words in capital letters. Capital letters കൊടുത്തിരിക്കുന്ന മീനിങ്സിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള, വേർഡ്സിനോട് വളരെ ക്ലോസ് ആയിട്ടുള്ള മീനിങ്സ് ഉള്ള കണ്ടുപിടിക്കുക. ആ മീനിങ്സിനെ സർക്കിൾ ചെയ്യുക. Did you understand? Yes. Yes. See there. First one, voice. What is the Sound. meaning of voice? Sound like Sound. notes. Sound. Sound, circle sound. Good. Circle sound. Soundine circle ചെയ്തോ. Next number 2. Little, small, big, large. Small. Small. Circle small. Very simple ആണ്. Next one, touch. Think, feel, smell. Feel. Feel. Second option, feel. FWL, feel. Next, famous. Simple. Popular, bad. Popular. POPULAR, popular. Now the next exercise, number D. You know that a dog barks and a cat meows. What does a dog do? ഒരു dog എന്താണ് ചിലപ്പോൾ സാധാരണ ചെയ്യുക? അതിന് ഇംഗ്ലീഷ് എന്ത് പറയും? ബാർക്ക്. ഒന്ന് ബാർക്ക് ചെയ്തേ. എത്ര പേർക്ക് ബാർക്കിംഗ് അറിയാവോ നോക്കട്ടെ. സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ബൗ. മൈ ഗോഡ്, ഒരാൾ പോലും ഇല്ലേ?
ദെൻ ദേവാഞ്ജലി അവിടുന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ടായിരുന്നു, പറഞ്ഞു ബൗ ബൗ വെച്ചോ. ഞാനിത് 5th ക്ലാസ്സിൽ പറഞ്ഞപ്പോ അവരെല്ലാരും ചാടി ചെയ്തു. അവസാനം ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമോ? ശരി, ബൗ ബൗ കേട്ടിട്ടില്ലേ? ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഡസ് എ ക്യാറ്റ് ഡു? അങ്ങനെയാണെങ്കിൽ ഒരു ക്യാറ്റ് എന്ത് ചെയ്യും? മ്യാവ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയുന്നത്. ആ മ്യാവ് മാവും. അവർ മ്യാവ് കേട്ടു. 1, 1.5, 2. ആ കുറെ അതെല്ലാവർക്കും അറിയാം. മ്യാവ് മ്യാവ്. അതെ, ഓക്കെ. അപ്പം മ്യാവ് മ്യാവ് ഉണ്ട്. ആകെ ഡോഗിനെ മാത്രം അറിയത്തില്ലാത്തുള്ളൂ. അത് അടുത്ത ദിവസം ഒന്ന് പഠിച്ചിട്ട് വരണേ. റെഡി? You know that the dog barks and the cat meows. Now match these animals with the sounds they make. അവരുണ്ടാക്കുന്ന സൗണ്ടിനോട് മാച്ച് ചെയ്യുക. ആൻഡ്രോസ് ഇപ്പോഴാണല്ലോ കാണുന്നത്. എന്നാ പറ്റി? ഉറങ്ങിപ്പോയോ? ഇല്ല. പരീക്ഷ എളുപ്പമായിരുന്നോ? ഓക്കെ. Now you see first one, owl. ആദ്യം ഇതൊന്ന് വായിക്കാം. I am reading first, just to listen everyone. Owl, sparrow, duck, hyena, monkey, donkey, rhinoceros, bee, pigeon, lion. Once again, lion, sparrow, duck, hyena, monkey, donkey, rhinoceros, bee, pigeon, lion. ഇതിൽ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഏതോ ഒരു മൃഗം ഉണ്ടല്ലോ, അതേതാ? റൈനോസർ. അറിയത്തില്ലേ? റൈനോസർ എന്താ? അതെ, ഹയന. ഓക്കെ, വാട്ട് ഈസ് റൈനോസർ? റൈനോസർ എന്താ? കാണ്ടാമൃഗം. ഗുഡ്, അത് തന്നെ. അതെ, കാണ്ടാമൃഗം. പിന്നെ അതിനെ നമ്മൾ ഷോർട്ടായിട്ട് റൈനോ എന്ന് പറയും. റൈനോസേഴ്സ്. സ്പെല്ലിംഗ് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഹയേന എന്താണ് സാധനം? അറിയത്തില്ല. ആർക്കും അറിയത്തില്ല. അതെ, ഹയേന എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ അത് എന്താണ് മീനിങ്? മലയാളത്തിൽ കഴുതപ്പുലി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? കഴുതപ്പുലി. പുലി കഴുതയായി പോയതാ. കഴുതപ്പുലി. ഓക്കെ, അപ്പൊ ഈ കഴുതപ്പുലി നിങ്ങൾ ഡിസ്കവറി ചാനലോ അനിമൽ പ്ലാനറ്റ് ചാനലോ നോക്കിയാൽ അതിനകത്ത് ഈ ഹയാന സിസ്റ്റം പോലെ ഉണ്ട്. മിക്കപ്പോഴും കാണാം. കണ്ടാൽ ഒരു എന്താ പറയുന്ന കുറുക്കൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ വരും. കുറച്ചൊക്കെ വ്യത്യാസമുണ്ട്. എന്നാലും അത് നോക്കിയാൽ മതി. അതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ആ ചാനൽ ഒന്ന് കാണണം. അതിനകത്ത് കുറേ മൃഗങ്ങളെ കാണാം. അതിൽ ഇഷ്ടം പോലെ സമയം മിക്കപ്പോഴും നമുക്ക് ഹയനസിനെ കാണാം. ഹയന. ഓക്കെ, നൗ ഫസ്റ്റ് വൺ, ഔൾ. ഔൾ ഉണ്ടാക്കുന്ന സൗണ്ട് ഏതാ? നമുക്ക് ആ സൗണ്ട് കൂടെ ഒന്ന് വായിക്കാം. ലെറ്റ്സ് റീഡ് ദാറ്റ് വൺസ് അഗെയിൻ. ഹംസ്, ചാറ്റേഴ്സ്, ക്വാക്സ്, നോട്ട്സ്, ചിപ്സ്, കൂസ്, laughs, roars, brays, hoots. Owl. Who can say? Owl. ഏതാ ഔളിന്റെ ശബ്ദം? Good. Hoots. അങ്ങോട്ടൊരു ലൈൻ വരച്ചോ, അല്ലെങ്കിൽ ഈന്ന് നമ്പർ ഇട്ടാലും മതി. ഈ അല്ല, ആ ഒന്നിന്റെ നേരെ ഈന്ന് ഇട്ടാലും അല്ല, ഈ അല്ലല്ലോ, ജെ. ബെറ്റർ യു ഡ്രോ എ ലൈൻ. Owl hoots. അങ്ങനെയാണ് സ്പാരോ chirps. Chirping, chips. Sparrow, chips. ഈയിലേക്ക് ഒരു വര.
നെക്സ്റ്റ് ഡക്ക്. അത് പിന്നെ ഈസി. ആ അതെ, ക്വാക്ക് ക്വാക്ക് ക്വാക്സ്. സ്ട്രൈറ്റ് ആണ്, നേരെ സി തന്നെയാ. ഹയേന ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഹയനെ അതെങ്ങനെയാ പറയുന്നത്? ലാഫ്സ്. ലാഫ്സ്. ഹയന പൊട്ടിച്ചിരിക്കുക എന്നാ പറയുന്നത്, ചിരിക്കുക എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്ന. ലാഫ്സ് അതിന് പറയുന്നത് ലാഫ്സ് എന്നാ. ഏതാ ലാഫ്സ്? GLAUGHS. ലാഫ്സ്. ഹയന ലാഫ്സ്. മങ്കി. യെസ്, മങ്കി ചാറ്റേഴ്സ്. ചാറ്റേഴ്സ്. B. ചാറ്റേഴ്സ്. മങ്കി ചാറ്റേഴ്സ്. എന്താ? പാരോ ചിർപ്സ്. ചിർപ്പ്. E. നെക്സ്റ്റ് ഈസ് നമ്പർ 6, ഡോങ്കി. അത് പിന്നെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അദ്ദേഹം കേട്ടിട്ടുണ്ടാവുമല്ലോ കഥകളിലൊക്കെ. ബ്രേസ്. ഗുഡ്. ബ്രേസ്. യെസ്, ബ്രേസ്. BRAYS. BRAYS. ബ്രേസ്. Rhinoceros. Snort. Yes, good. Snort. SNORTS. SNORTS. D. B. No. B. Hums. ഒന്നാമത്തത് A. Hum. B. Hums. Humming. Pigeon. Coos. F ആണ്. Coos. Pigeon. Coos. Lion. അത് പിന്നെ റോസ്. അവള് ഒന്നാമത്തേതിൽ നിന്ന് ഏറ്റവും ലാസ്റ്റത്തെ ഹൂട്ട്സ്. J. ഹൂട്ട്സ്. Okay, that's it. Enough now. No, once again. Let us try the last one also. Speed up. കുറച്ച് സമയമുണ്ട്, 5 മിനിറ്റ് ഉണ്ട്. വേഗം വേണേ. Ready? Let us learn grammar. Take the correct prepositions from the within the brackets. The apple fell off of the tree. OFF ആണോ OF ആണോ? OFF. Fell off. OFF. The glass is full of milk ആണോ full milk ആണോ? Full of milk. Off. മൂന്നാമത്തത് the teacher was angry dash me with at. With me. Angry with me. A puppy fell off into the well. Into the well. Into. Yes. നാലാമത്തത് into. 5 Raman sat dash his bed. Sorry. So dash his friend. Beside ആണോ into ആണോ? Beside. അരികെ. ഫ്രണ്ടിന്റെ അരികെ ഇരുന്നു. അരികെ. Beside. Distribute these seats dash the students of the class. Between ആണോ among ആണോ? Between അല്ല among. 2 പേര് തമ്മിലാണെങ്കിൽ between പറയും.
മൊത്തത്തിലാണെങ്കിൽ എമംഗ് എന്ന് പറയും. എമംഗ്. ലക്ഷ്മി വിൽ റിട്ടേൺ ഫ്രം സ്കൂൾ ഡാഷ് ആൻ അവർ. an hour. No, in an hour. In an hour. In. Eighth one, Mr. Rao. Mr. Rao has been ill dash last night since for since last since last night. Since the two friends shared the dinner dash themselves. ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബിറ്റ്വീൻ ആണോ എമംഗ് ആണോ? ബിറ്റ്വീൻ. രണ്ടുപേരല്ലേ? ബിറ്റ്വീൻ. Radhika sat dash the birds in the park. Inside. Beside. പത്താമത്തെയാണ് beside. 11th one, the milkman blocked dash the door. On. Locked on the door. On. Kanika bought a birthday cake dash her grandma. Adi for. Ade for. Good. For. That's enough for now. Let's follow in the next class. What I want you to do is, നിങ്ങൾ ഇപ്പോൾ ഈ ചെയ്ത ഹോംവർക്ക് ഇല്ല, ഇപ്പൊ ചെയ്ത ഹോംവർക്ക് നമ്മൾ പോയം കഴിഞ്ഞിട്ടുള്ള ഗ്രാമർ, അതായത് ഫൺ വിത്ത് വേർഡ്സ് മുതൽ പേജ് നമ്പർ 32 and 33, അത് രണ്ടും അതിനകത്ത് നമ്മൾ ഇന്ന് ചെയ്ത കാര്യങ്ങൾ ഒന്ന് ശരിക്ക് പഠിക്കണം. അത് കൂടാതെ ഇപ്പൊ ഈ ചെയ്തതിന്റെ ഫോട്ടോയും എനിക്ക് ഇട്ട് തരണം. That is a work. Okay? മതി, രാത്രി മതി. രാത്രി 9:30 മുമ്പ് ഇട്ട് തന്നാ മതി. ബിഫോർ 9:30. ഏതാ? പേഴ്സണൽ നമ്പർ അയച്ചാൽ മതി, ഗ്രൂപ്പിൽ വേണ്ട. Okay? Okay, then see you in the next class. It is time. We will see you in the next class. Bye. Take care. Bye. Okay, bye.